ഈ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ചേട്ടനറിയാലോ, ഈ കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗത്തിൽ സ്പെഷ്യൽ ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ്. അതായത് മോദിയുടെ സുരക്ഷാ സേനയുടെ തലവനായിരുന്നു. അപ്പോൾ മോദിയുമായി വളരെ അടുത്ത, പ്രധാനമന്ത്രി മോദിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് ഇദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളെ ഇവിടേക്ക് അയച്ചിരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു രഹസ്യ ഡീല് അത് ഉണ്ട്. ആ ഡീലിൻ്റെ ഏറ്റവും പുതിയ ഒരു 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 എന്താ പറയുക, ഒരു ഉദാഹരണമാണ് ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു നിയമനം, റവാഡയുടെ നിയമനം മുൻപും നടന്നിട്ടുണ്ട്, അതിന് സമാനമായിട്ടൊരു നിയമനം മുൻപും നടന്നിട്ടുണ്ട്. അതായത് ലോക്നാഥ് ബെഹ്റയുടെ നിയമനത്തിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിൽ വന്നതിന് ശേഷം ആ ദിവസം തന്നെ, ഭരണത്തിൽ ഓഫീസ് അസ്യൂം ചെയ്ത ആ ദിവസം തന്നെ പ്രധാനമന്ത്രി വന്നിരുന്നു കേരളത്തിൽ. അവർ മീറ്റ് ചെയ്തതിന്, അവരുടെ ആ ഒരു മീറ്റിങ്ങിന് ശേഷം അന്ന് അർദ്ധരാത്രി ആണ് ലോക്നാഥ് ബെഹ്റയെ, സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ DGP ആക്കി നിയമിച്ചത്. അപ്പോൾ അതിൽ വളരെ ദുരൂഹതകൾ അന്നും ഇങ്ങനെ ചർച്ചകളിലുണ്ടായിരുന്നു. ഇതിൽ ദുരൂഹതയുണ്ട് എന്നും മറ്റുള്ള കാര്യങ്ങൾ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഒരുപാട് മോദിയുമായിട്ടുള്ള ഒരുപാട് ടൈസ്, അതല്ലെങ്കിൽ എന്താ പറയുക, ബന്ധം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് ഇതിനകത്ത് അവർ ഉന്നയിക്കുന്ന നമ്മുടെ കോൺഗ്രസിലെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള K. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഗുജറാത്ത് മന്ത്രി ആയിരുന്ന ഒരു ഹരൺ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ 2002 ഗുജറാത്ത് കലാപം അഴിച്ചുവിട്ടത് മോദിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ മോദിയാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ച ഒരു ഗുജറാത്ത് മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഈ കേസ് അന്വേഷിച്ചത് ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ ഇതിൽ മോദിക്ക് ക്ലീൻ ചിറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ കയ്യിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തരത്തിൽ ഇവർ തമ്മിലൊരു ഡീലുണ്ട്, മോദിയും ലോക്നാഥ് ബെഹ്റയും തമ്മിൽ. അത് രണ്ടാമത്തത് ഇസ്രത് ജഹാൻ കേസ്. ഇത് ഒരു എൻകൗണ്ടർ കേസാണ്, ഏറ്റുമുട്ടൽ കൊലപാതകമാണ്. ഇതിലും മോദിക്കും അമിത്ഷായ്ക്കും പങ്കുണ്ടെന്നും ഈ കേസ് അന്വേഷിച്ചതും ലോക്നാഥ് ബെഹ്റ തന്നെയാണ്. അപ്പോൾ ഇതിലും ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് കയ്യിലുണ്ടെന്നും, പക്ഷേ അദ്ദേഹം തെറ്റായിട്ടുള്ള അന്വേഷണ പത്രമാണ്, FIR ആണ് ഇവർക്ക് കൊടുത്തതെന്നും, അങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടതെന്നും ഒക്കെയാണ് K. സുധാകരന്റെ വാദഗതികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.